നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി മാഡം ആണല്ലോ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. താൻ ആരാന്ന് ഇതിൽ കൂടുതൽ എന്തറിയണം? എന്തുവാ കാണിക്കണേ? ഷർട്ടൊന്ന് വിടുക സാറേ. ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇറങ്ങിയത്. നിങ്ങൾക്ക് എന്നെ ശാരീരികമായി ഉപദ്രവിക്കാനൊക്കെ കഴിഞ്ഞേക്കും, പക്ഷെ കൊന്നുകളയാനൊന്നും പറ്റൂല. അതിന് നിങ്ങൾ തുനിഞ്ഞ നിങ്ങളെ കുരുക്കാനുള്ള കെണി ഒരുക്കി വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഗെയിം തുടങ്ങി വെച്ചത്. തന്നെ കൊല്ലേണ്ടി വന്ന അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. സ്വാതിയുടെ കാതിൽ എപ്പോ ഈ വിവരം എത്തുന്നോ അന്ന് തന്റെയും അവൾക്കൊപ്പമുള്ള എന്റെയും ജീവിതം തീരും. ബന്ധങ്ങൾ എന്താണെന്നറിയാതെ പണത്തിനു വേണ്ടി മാത്രമുള്ള തന്റെ ഈ തേർഡ് റേറ്റ് ഗെയിം അവിടെ അവസാനിക്കും. തനിക്ക് നന്നായിട്ട് അറിയാം ലക്ഷ്മിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എന്തിനാണെന്ന്. താലി കെട്ടുന്നതിന് മുൻപ് അവളുടെ മുത്തശ്ശിയോട് സഹോദരനോടും ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു. ലക്ഷ്മിയെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. താലികെട്ട് ഒരു കല്യാണ നാടകം മാത്രമായിരിക്കുമെന്നും പറഞ്ഞു. ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന് ആ മുത്തശ്ശി എന്റെ മുന്നിൽ നിന്ന് കൂപ്പ് കൈയോടെ കെഞ്ചിയതുകൊണ്ട് മാത്രം ഞാൻ അതിന് തയ്യാറായത്. താന നാട്ടുകാരോട് പോയി ചോദിക്ക്. സിറ്റിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്കൊരു ജോലിയും താമസ സൗകര്യം കണ്ടെത്തി കൊടുക്കാമെന്ന് ഞാൻ കരുതി. എന്റെ അവസ്ഥ അറിയാവുന്ന അവൾ എന്നോടൊരു വാക്ക് പറയാതെ മടക്കയാത്രയിൽ കടന്നു കളഞ്ഞു. അവളല്ലേ സാറേ ഇപ്പൊ സാറിന്റെ വീട്ടിലുള്ളത്? എവിടെ വെച്ച് സ്വാതിയുടെ കയ്യിൽ അവൾ ചെന്ന് പെട്ടു. സ്വാതി അവൾ ആരാണെന്ന് അറിയാതെ അവൾക്കൊപ്പം കൂട്ടി. സ്വാതി തന്നെയാ ലക്ഷ്മി എന്റെ വീട്ടിലെത്തിച്ചത്. ആ സമയം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നത്. ഇതൊരു തട്ടിക്കൂട്ട് തിരക്കഥയായി പോയി സാറേ. ശരിക്കുള്ള തിരക്കഥ ഞാൻ പറയാം, അത് സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനും ലക്ഷ്മിയും ചേർന്ന് സ്വാതിയെ ട്രാപ്പിലാക്കിയെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യം ഞാൻ പറഞ്ഞതാ. പല തവണ ലക്ഷ്മി വീട് വിട്ടു പോയിട്ടുണ്ട്. അവൾ പോയപ്പോഴൊക്കെ വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചു. അത്രമാത്രം ലക്ഷ്മി എന്റെ വീട്ടുകാർക്ക് സ്വാതിക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.